അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ വർഷങ്ങളായി തുടർന്നു വരുന്ന ഹദീസ് ക്ലാസിൻ്റെ പുതിയൊരു സീരീസിൽ നമ്മൾ സീറത്തു സ്വഹാബ ആരംഭിക്കുകയാണ്. ഹദീസുകളിലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ കിതാബുകളിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതിൽ നിന്നാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച, മുഅ്മിനായി നബിയുടെ കൂടെ ജീവിച്ച മഹത്തുക്കളുടെ ജീവചരിതങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശാലാർത്ഥത്തിൽ അത് ഹദീസ് സാകല്യത്തിൻ്റെ വലിയൊരു ഭാഗമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്, സീറകളുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് മാർഗദർശനങ്ങളാണ്. അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം മുഖ്തദൈതും ഇഹ്തദൈതും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എൻ്റെ അനുചരന്മാർ, കമ്പാനിയൻസ്, അവർ നക്ഷത്ര തുല്യരാണ്. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗ ദർശനമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നടർത്തിയെടുത്ത ഏടുകൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലൂടെ ലോകത്തിന് സമർപ്പിച്ചവരാണ് മഹത്തുക്കളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബ കിറാം. അവർ നബിയുടെ കൂടെ നിന്നു. മുഅ്മിനായി ഒരു നിമിഷമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന സകലർക്കും സഹാബികൾ എന്ന് പറയുന്നു. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുലഫാഉർ റാഷിദീങ്ങളായ 4 പേർ. അശ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്നയുണ്ട്, സ്വർഗത്തിൽ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുണ്ട്. അസ്ഹാബുൽ ബദറുണ്ട്, നബിയുടെ കൂടെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ഉറച്ചു നിന്ന ചരിത്രം സൃഷ്ടിച്ച ആളുകളുണ്ട്. തങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തിന് ഒരുപാട് മാർഗം നൽകിയവരുണ്ട്, മാതൃകയായവരുണ്ട്. ഒരുപാട് വലിയ തത്വങ്ങൾ, സ്വഭാവങ്ങൾ ഒക്കെ ലോകത്തിന് സമർപ്പിച്ച വിവിധ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സീറത്തു സ്വഹാബ എന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും പാരത്രികമായ ലോകത്തെ വിജയം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റിള മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നൈമിഷികമായ ഈ ഭൗതികമായ ലോകത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ അതിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും പ്രധാന വ്യക്തിത്വങ്ങളാണ് മഹാന്മാരായ സഹാബ കിറാം. അതുകൊണ്ട് സഹാബികളുടെ ജീവചരിത്രം പറയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നന്മയുദ്ദേശിച്ചുകൊണ്ട് അവ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതും വളരെ പുണ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സീറത്തു സ്വഹാബ, സഹാബാക്കളുടെ ജീവചരിതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ അധ്യാപനങ്ങളുടെ നിദർശനങ്ങളാണ്. നമുക്ക് സഹാബികളുടെ ജീവചരിതങ്ങളിലൂടെ പോകുമ്പോൾ ആദ്യമായി കണ്ടുമുട്ടാനുള്ളത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. ഒരുപാട് ദീർഘമായി പറയേണ്ട ചരിതങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. നമ്മൾ വളരെ ചുരുക്കി പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങളെ, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അൽ അതീഖ് എന്നു പേരുള്ള മഹാനുഭാവൻ. അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ പേര് സത്യത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ എന്നാണ്. അബൂ ഖുഹാഫയുടെ പേര് ഉസ്മാൻ എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്, ശരിയായ പേര് അബ്ദുല്ല എന്നതാണ്. അദ്ദേഹത്തിന് ഒട്ടകങ്ങളോടുണ്ടായിരുന്ന താല്പര്യം കൂടിയാണ് അദ്ദേഹത്തെ അബൂബക്കർ, ബക്കറിൻ്റെ ഉപ്പ എന്ന പേര് കൊടുക്കുന്നത്. സിദ്ദീഖ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നൽകിയതാണ്. പ്രത്യേകമായും ഏഴാകാശത്തിനപ്പുറം അള്ളാഹുവിനെ കണ്ടുവന്ന യാത്രയെ കുറിച്ച്, ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോഴും നബി അങ്ങനെ പറഞ്ഞെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യമാണെന്ന് വിശ്വസിച്ച, ആ ഒരു വിശ്വാസം ഉറപ്പിച്ച സിദ്ദീഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹചാരിയായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സഹചാരിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾക്ക് അറിവുണ്ടാകണം, താല്പര്യമുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. കാരണം ഒരാളെ ഇഷ്ടപ്പെടാൻ വളരെ പ്രധാനമാണല്ലോ.
ഇഷ്ടപ്പെടാൻ അവരെക്കുറിച്ച് അറിയൽ വളരെ ആവശ്യമാണ്. അറിയുമ്പോഴാണ് ഇഷ്ടം കൂടുക. ഇഷ്ടം കൂടുന്തോറും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക്, പ്രവാചകന്മാർക്കു ശേഷം ഭൂമി ലോകത്ത് നടന്ന കാൽവെച്ച ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വം എന്നാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിതം പോലും ആ ജാഹിലിയ കാലഘട്ടത്തിൽ നന്മയെ തേടി നടന്നിരുന്ന ഹുനഫാക്കളായ ഹനീഫുകൾ എന്ന പേരുള്ള അന്വേഷിച്ചു നടന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം വളരെ അറിയപ്പെട്ട നല്ല നന്മയുടെ ഉടമയായ സ്വഭാവ ഗുണങ്ങളുള്ള കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, ബന്ധുക്കൾ, പരിസരത്തുള്ള ആളുകളൊക്കെ എന്ത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയും അഭിപ്രായം തേടുകയും ഒപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുകയും കച്ചവടത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, ഈ കച്ചവടത്തിൻ്റെ സമയത്താണ് അദ്ദേഹം ഒരിക്കൽ ഷാമിൽ പോയിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടിയിട്ട് ബുഹൈറ ഒരു പാതിരിയുടെ അടുക്കലേക്ക് ചെല്ലുകയും അദ്ദേഹം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ മക്കയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ ഏത് ഗോത്രം? ഖുറൈശാണ്. എന്നാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? കച്ചവടക്കാരനാണ്. അപ്പോൾ ബുഹൈറ പറഞ്ഞു, നിങ്ങളുടെ ദൈവം അള്ളാഹു നിങ്ങളുടെ സ്വപ്നം സത്യമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഒരു പ്രവാചകൻ വരികയും ആ പ്രവാചകനോട് ചേർന്ന് നിൽക്കുന്ന വസീറായി, മന്ത്രിയായി ജീവിതത്തിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകന്റെ പിൻഗാമിയാകാൻ, പ്രതിനിധിയാകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുമെന്ന കാര്യം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിക്കുകയും അത് സ്വകാര്യമായി സൂക്ഷിക്കുകയും ചെയ്തതായിട്ട് സീറകളിൽ കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നുണ്ട്, മദ്യം ജാഹിലിയ കാലഘട്ടത്തിൽ അത്രയും വ്യാപകമായിരുന്ന ഒരു തെറ്റുപോലുമല്ല ആയി കണക്കാക്കപ്പെടാതിരുന്ന മദ്യപാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്യപിച്ചിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് മദ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ മദ്യം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചിരുന്നു, നിങ്ങൾ ജാഹിലിയത്തിൽ മദ്യപിച്ചിരുന്നു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അഊദുബില്ല, അള്ളാഹുവിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു, എന്തേ മദ്യപിക്കാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുന്തു അസൂന ഇർളി വഅഹ്ഫദു മുറൂഅതി വഇൻ മൻ ശരിബൽ ഖംറ കാന മുളിഅൻ ലിഇർളിഹി വമുറൂഅതിഹി. ഞാൻ എൻ്റെ ജെന്റിൽമാൻഷിപ്പ്, എൻ്റെ മുറൂഅത്തിനെയും എൻ്റെ അഭിമാനത്തെയും ഞാൻ സംരക്ഷിക്കുകയായിരുന്നു. മദ്യപിക്കുന്ന ആളുകൾ അഭിമാനവും അതുപോലെ തന്നെ മാനവും നാണവും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പിന്നീട് പെരുമാറുക. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാതിരുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ പോലും ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന ഒരു പ്രവർത്തനം ജാഹിലിയ കാലഘട്ടത്തിൽ പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കഅബയുടെ അടുക്കൽ അബൂ ഖുഹാഫ എന്നവർ തൻ്റെ പിതാവ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആരാധനയിൽ മുഴുകാൻ പറഞ്ഞപ്പോഴൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവയോട് സംസാരിക്കുന്നതായിട്ടും അങ്ങനെ ഈ ബിംബങ്ങളെ ആരാധിക്കുക എന്നത് തൻ്റെ ബുദ്ധിയോട് നിരക്കാത്തതാണെന്ന ഒരു സംഭാഷണ സകലം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഈ തൻ്റെ ചെറുപ്പത്തിലെ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന, പക്ഷെ റസൂലുള്ളാഹിയെ കണ്ടും അത് മുഹമ്മദിനെ അറിയാം, മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു മുസ്ലിമായ ഇസ്ലാമിക പ്രബോധന ദൗത്യമേൽപ്പിക്കപ്പെട്ട റസൂലുള്ളാഹിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോൾ, ഖുറൈശികൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് സത്യമാണോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, നബിയാണ്, അള്ളാഹുവിൻ്റെ റിസാലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ അള്ളാഹു പറഞ്ഞയച്ചതാണ്, ബിഅ്സത്താണ്, ഞാൻ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. വല്ലാഹി ഇന്നഹു ലൽ ഹഖ്, അള്ളാഹുവിനെ തന്നെ സത്യം, അതാണ് ഹക്ക്, ആ ഹക്കിലേക്ക് നിങ്ങളെ ഞാൻ അദ്ഉക യാ അബൂബക്കർ ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വലാ തഅബുദു ഗൈറഹു വൽ മുവാലാത്തു അലാ തഅതിഹി, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തപ്പോൾ
ഒരിക്കലും നിഷേധിക്കാതെ അത് സമ്മതിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമാവുകയും ചെയ്തു എന്നതാണ്. മാത്രമല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ഇൻദഹു കബവ വതറദ്ദുദു വനദർ. ഞാൻ ആരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചവോ അപ്പോഴൊക്കെ ഒരു തരത്തിലുള്ള ഒരു ചെറിയ സംശയം, ഒരു ചെറിയ പിന്നാക്കം നിൽക്കല്, ഒരു ആലോചന എല്ലാവരിലും ഉണ്ടായിരുന്നു. ഇല്ലാ അബൂബക്കറിൻ, എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഞാൻ പറഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംശയവും കൂടാതെയാണ്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് എന്ന സ്ഥാനം പേര് കിട്ടിയത്. നബി അങ്ങനെ പറഞ്ഞു എങ്കിൽ സത്യമാണ്. അതാണ് പ്രവാചകത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം. അങ്ങനെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. തൗഹീദ്, അള്ളാഹുവിനാരും കണ്ടിട്ടില്ല, പരലോകങ്ങളെ കണ്ടിട്ടില്ല, ആ ഒരു മറ്റൊരു ലോകത്തെക്കുറിച്ച് നമുക്കറിയില്ല. അറിവ് അള്ളാഹുവിനെ കുറിച്ചും സ്വർഗനരകങ്ങളെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഹിസാബിനെ കുറിച്ചും കിതാബിനെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ അറിവ് പ്രവാചകന്മാർ പറഞ്ഞു തന്നതാണ്. ആ പ്രവാചകന്മാരുടെ റിസാലത്ത് എന്ന് പറയുന്നത് ആ പ്രവാചകന്മാരെ സത്യമാക്കലാണ്, പ്രവാചകന്മാരുടെ ജീവിതത്തിലുള്ള സത്യസന്ധതയാണ്. അപ്പോൾ അത് ആ നബി അങ്ങനെ പറഞ്ഞു എങ്കിൽ എനിക്കതിനെ കുറിച്ച് ആലോചിക്കാനില്ല. അന്ധമായ വിശ്വാസമാണ്. പക്ഷെ എങ്ങനെയാണ് അന്ധമായി വിശ്വസിക്കുന്നത്? പറഞ്ഞു തരുന്ന ആൾക്ക് മറ്റു താല്പര്യമില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത വഖാല അബൂബക്കർ സദഖ വഅവാസാനി ബിനഫ്സിഹി വമാലിഹി ഫഹൽ അൻതും താരിഖു ലി സാഹിബി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് അയച്ചു, നിങ്ങളെല്ലാവരും ആദ്യം പറഞ്ഞത് നിങ്ങൾ കളവ് പറയുന്നു എന്നാണ്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് എന്നോട് പറഞ്ഞത്, നബിയെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്നെ തൻ്റെ നഫ്സ് കൊണ്ടും മാലുകൊണ്ടും ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും എന്നെ ഒരുപാട് സാന്ത്വനിപ്പിച്ച ആളാണ്, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. താൻ അറിയുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, വലിയ കുടുംബത്തിൽ ജനിച്ച് കച്ചവടം ചെയ്ത് നല്ല ആളുകളുടെ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വമായി, ആളുകൾ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു വ്യക്തിത്വമായി, മാന്യമായ ഒരു ജീവിത രീതിയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തന്റെ ഒരുപാട് ആളുകൾക്ക് ദീനിനെ പറഞ്ഞു കൊടുക്കൽ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 5 പേരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അവരെ കൂട്ടിയിട്ട് നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ അവരൊക്കെ അവരുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരൊക്കെ വിളിച്ചു കൊണ്ടുവന്നു, നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ ഉണ്ട് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഒക്കെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായ മഹത്തുക്കളായ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്നയിൽപ്പെട്ട സഹാബികൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവരൊക്കെ വിശ്വസിച്ചു. പിന്നെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീനായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ആദ്യമായി വിവാഹം കഴിച്ചിരുന്ന മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു, അബൂ സലമത്ത് ഇബ്നു അബ്ദുൽ അസദ്, പിന്നെ അർക്കം ബിൻ അബിൽ അർക്കം, ഇവരൊക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. തന്റെ കുടുംബത്തെ കൊണ്ടുവന്നു, തന്റെ ഭാര്യയെ കൊണ്ടുവന്നു. അസ്മാ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും മകൻ അബ്ദുള്ള എന്നവരും ഭാര്യ ഉമ്മു റൂമാൻ എന്നവരും തന്റെ സേവകനായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം സംസാരിക്കുമ്പോൾ മഹത്തുക്കളായ അവരുടെ സീറ എഴുതിയവർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ അത്ഭുതപ്പെട്ടു പോകുന്നത് എത്ര മഹത്തുക്കളായ ആളുകൾ, അബൂ ഉബൈദ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇസ്ലാമിക ഈ ഒരു പ്രബോധന ദൗത്യത്തെ വിശാലമായ ഭൂപ്രകൃതികളിലേക്ക് കൊണ്ടുപോയ ആളുകളാണ്. ഒറ്റക്ക് വലിയ നേട്ടം നേടിയവരാണ്. പ്രവാചകർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരാണ്. ഒരു നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്
ആ വഴി സ്വീകരിച്ച ആളുകളുടെ മുഴുവൻ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങളുടെ വിഹിതം വാങ്ങാനുള്ള അർഹത നേടുക എന്നതാണ്. അങ്ങനെ മഹത്തുക്കളായ ആളുകൾ പറയാറുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അങ്ങനെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് അത് ഒരു നബിയൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒരു പെർഫെക്റ്റ് വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം ഒരു സമഗ്രമായ ഇസ്ലാമിക ജീവിത പദ്ധതിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴും നൈരന്തര്യം, കർമ്മ നൈരന്തര്യം കൊണ്ട്, വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ട്, മനസ്സിലെ നീയത്തിന്റെ നിഷ്കളങ്കത കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, തഖ്വ കൊണ്ടൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ മഹത്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. നമ്മുടെ തഖ്വിയത്തുൽ ഈമാനിനെ ശാക്തീകരിക്കുന്നതിന് വളരെ വലിയ തരത്തിൽ സ്വാധീനമുണ്ടാക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇത്തരം ആളുകളെ വിശ്വസിപ്പിക്കുന്നതോടൊപ്പം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറയുന്നത്, മക്കയിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരെയൊക്കെ സാന്ത്വനിപ്പിക്കാനും, അവരിൽ അടിമകളായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ മോചിപ്പിക്കാനും, അവർക്കൊക്കെ സാന്ത്വനം എത്തിക്കാനും കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാനും, അവരെയൊക്കെ മോചിപ്പിക്കാനും ഒരുപാട് തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സഹചാരി ഒരുപാട് തരത്തിൽ അതിനുവേണ്ടി പണിയെടുത്തു, ബുദ്ധിമുട്ടി. ഇവർക്ക് അവർ ചോദിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ലബീന എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് കണ്ണ് കാണാതെയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവർ വിശ്വസിച്ചു. ഇങ്ങനെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചു. ഇവരെയൊക്കെ മോചിപ്പിക്കുമ്പോൾ ഒരുപാട് മോചനദ്രവ്യം കൊടുക്കണം, തൻ്റെ പണം വലിയ തരത്തിൽ ചെലവാക്കണം. അങ്ങനെ പണമൊക്കെ ചെലവാക്കിയിട്ട് അവരെ മോചിപ്പിക്കുമ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ഒരു അടിമയെ മോചിപ്പിക്കുന്നത്, ഒരു അടിമയെ വാങ്ങുന്നത്, മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വില കൊടുത്ത് വാങ്ങും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ അങ്ങനെ വില കൊടുത്ത് വാങ്ങിയതാണ്. മനുഷ്യരെ ചങ്ങലകളിൽ ബന്ധിതരാക്കി അടിമച്ചന്തകളിൽ വിറ്റ് അവരെ വീടുകളിലേക്ക് കൊണ്ടുപോയി തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ച് അടിമകളെ മൃഗങ്ങളെ പണിയെടുപ്പിക്കുന്ന പോലെ അടിമകളെ പണിയെടുപ്പിക്കുന്ന ഒരു അടിമത്ത സമ്പ്രദായം ലോകത്ത് വ്യാപകമായിരുന്നു. അടുത്ത കാലം വരെ ലോകത്ത് പല സമൂഹങ്ങളിലും അങ്ങനെ നിലനിന്നിരുന്നു. ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ, ഇന്നത്തെ അവിടുത്തെ ബ്ലാക്സ് എന്നോ അവിടുത്തെ ആളുകൾ പലരും ഇങ്ങനെ മനുഷ്യരെ ചരക്കുകൾ കടത്തിക്കൊണ്ടുപോകുന്ന പോലെ കടത്തിക്കൊണ്ടുപോകപ്പെട്ട ആളുകളാണ്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാവങ്ങളായ ഇവരെ പലരെയും പണം കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത്. പലരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ എന്താണ് പാവങ്ങളായ, അബലരായ, നിസ്സഹായരായ, പണിയൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളെ മോചിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ ഖുഹാഫയോടക്കം പറഞ്ഞു കൊടുത്തിരുന്നു, എന്തിനാ ഇങ്ങനെ പണം ചെലവാക്കുന്നത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്രേ, ഇന്നി ലാ അർജു ബിഅതഖിഹിം മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇവിടെ നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടിയല്ല. മാത്രമല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ് സൂറത്തുൽ ലൈലിന്റെ ഒരു ഭാഗം ഇറങ്ങിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായി അടിച്ചതും വിഷമിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിച്ചതുമായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഉമയ്യത്ത് ബിൻ ഖലഫ് എന്നാണ്. അതേപോലെ തന്നെ ഈ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ നികൃഷ്ടതയിലും എന്ന് പറയുന്നുണ്ട്. അല്ലദീ കദ്ദബ വതവല്ല സൂറത്തുൽ ലൈൽ. ഏറ്റവും പരാജിതനായ ഒരാൾ ഉമയ്യത്ത് ബിൻ ഖലഫാണെന്നും വസയുജന്നബുൽ അത്ഖ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത് അൽ അത്ഖയാണ്, ഏറ്റവും തഖ്വയുള്ള ആളാണ്. വസയുജന്നബുൽ അത്ഖ അല്ലദീ യുഅതി മാലഹു യതസക്ക, തന്റെ സ്വത്തിനെ കൊടുക്കുന്നു, അതിൽ നിന്ന് തസ്കിയത്ത് തേടിക്കൊണ്ട്, ആത്മനിർവൃതിയും ആത്മവിശുദ്ധിയും നേടിക്കൊണ്ട്. അത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാരണത്തിലായിരുന്നു ഖുർആനിന്റെ ഈ ആയത്തിറങ്ങിയതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. കാരണം ഇത് കാന ഖദിസ്തറാ സബഅത റിജാലിൻ കാനു യുഅദ്ദിബൂന ഫീ സബീലില്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വളരെ ക്രൂരമായ അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായിരുന്ന 7 ആളുകളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്ത ആ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സൂറത്തുൽ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖത് ദക്കറ വൽ ഉൻത എന്ന സൂറത്തിൽ വസയുജന്നബുൽ അത്ഖ അല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിതിഗാ വജ്ഹി റബ്ബിഹിൽ അലാ വലസൗഫ യർദാ എന്ന മനോഹരമായ ആയത്തിന്റെ ഭാഗം ഇറങ്ങിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
സാഹിബായി, സ്വദീഖായി, സ്വദീഖാണ്, സ്വദീഖ് സാഹിബാണ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാഹിബും സ്വദീഖുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി അടുത്ത ഒരു ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.